കഴിഞ്ഞ രാത്രി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വലിയ രൂപത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ ഇറാനിൽ നടത്തിയപ്പം ഇറാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേഖലയാകെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമാണെന്ന്. അതിൻ്റെ അലയൊലികളാളെന്നോണം വളരെ പ്രധാനപ്പെട്ട ജലസംഭരണി ശുദ്ധീകരണശാല കുവൈറ്റിൽ തകർക്കപ്പെടുകയാണ്. മറ്റനേകം ബിൽഡിങ്ങുകളും തകർത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് കുവൈറ്റിൻ്റെ അത്യാധുനിക ജലസംഭരണി അഥവാ അവിടെ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന സംഭരണിയെ റിഫൈനറിയെ വളരെ വലിയ രൂപത്തിൽ അപകടപ്പെടുത്തിയിരിക്കുന്നു. ആ സംവിധാനത്തിൻ്റെ പാടെ ഇല്ലാതെയാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ്. മൊത്തത്തിൽ കുവൈത്തിന് ഏറ്റിട്ടുള്ള $100 മില്യൺ നഷ്ടമാണ് ഇന്നലെ ഒരൊറ്റ ആക്രമണത്തിലൂടെ ഇറാൻ ഭരണകൂടം കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് GCC രാജ്യങ്ങൾ ഇനി എങ്ങോട്ടാണെന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. കാരണം ഇനിയും അവരുടെ കൂടെ അമേരിക്കയോടൊപ്പം ഇസ്രായേലിൻ്റെ കൂടെയും നിൽക്കുകയാണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചതിയിൽ ഇവർ പെടുകയും ആ രാജ്യം അങ്ങനെ തന്നെ ഇല്ലാതെയാവാനും സാധ്യതയുണ്ട്. അമേരിക്കയെ ഇറാനെ ആക്രമിക്കുമ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം അടുത്തുള്ള പ്രദേശത്തിൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ആളുകൾ ആക്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഭദ്രവും സുരക്ഷിതവുമായി നിൽക്കുന്നു. ഇറാന് ഇസ്രായേൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലകൾ ഇസ്രായേലിനും അത്ര കണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ മറ്റൊരു രീതിക്കുള്ള ഒരു ആഗ്രഹം അവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കുവൈറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള സംഭരണ ശുദ്ധീകരണശാല തകർക്കപ്പെട്ടപ്പോൾ ഇറാൻ ഭരണകൂടം പറയുന്ന മറ്റൊരു വാക്കുണ്ട്. ഇത് മറ്റുള്ള GCC രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണെന്നാണ്. അഥവാ നിങ്ങൾ അമേരിക്കയോടൊപ്പം നിൽക്കുന്നത് അവസാനിപ്പിക്കുക, ഇസ്രായേലിനെ സഹായിക്കുന്നതും അവസാനിപ്പിക്കുക, പശ്ചിമേഷ്യയിൽ നമ്മൾ ഒന്നിക്കുക, രാജ്യത്തും മേഖലയിലും സമാധാനം കൊണ്ടുവരിക. അതിന് നിങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. അമേരിക്കയെ നിങ്ങൾ വിശ്വസിക്കരുത്, ഇസ്രായേലിനെ നിങ്ങൾ വിശ്വസിക്കരുത്. അത് നിങ്ങളുടെ രാജ്യം കൂടി അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഓരോ പരിപാടികളാണെന്ന് പറഞ്ഞ് വ്യക്തമായി അബ്ബാസ് അരാഗ്ചി വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ എന്തോ ഇവർക്ക് ഇനിയും ബോധം വെച്ചിട്ടില്ല. ഇനിയും കുറേ കൂടുതൽ അനുഭവിക്കാൻ ബാക്കിയുണ്ട് എന്ന തോന്നലുകൾ അവരുടെ മിണ്ടാത്ത നയത്തിനനുസരിച്ച് നമുക്ക് തോന്നിപ്പോവുകയാണ്. ഇതാണെങ്കിൽ കുവൈറ്റിൽ ഏറ്റിട്ടുള്ള ഈ $10 മില്യൺ നിസ്സാരമായ ഒരു രാജ്യത്തിൽ അതത്ര കണ്ടിട്ടുള്ള പൈസ അല്ലെങ്കിൽ പോലും ആ സംവിധാനങ്ങൾ നശിച്ചു പോകുന്നത്, തകരാറ് പറ്റുന്നത്, ഒരുപാട് ആളുകൾക്ക് ശുദ്ധജല ലഭ്യത കുറയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അവിടെയാണ് ഇനി എങ്ങോട്ടാണ് GCC രാജ്യങ്ങൾ എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. കാത്തിരിക്കേണ്ടി വരും. ആർക്കെങ്കിലും എപ്പെങ്കിലും ഈ ഓളം വെട്ടുമെങ്കിൽ ആ സമയം ഇവർ മാറി ചിന്തിക്കലായിരിക്കും ഏറ്റവും ഗുണകരം. ഇറാൻ്റെ ആക്രമണത്തിൽ GCC തകരുമ്പം അവിടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയുമാണ്. ആ തകരുന്ന രാജ്യത്ത് വളരെ കൃത്യമായി അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്ന് നാട്ടാൻ വളരെ എളുപ്പമാകും. പക്ഷേ ഇവരെന്തുകൊണ്ടും ഇനി അവരോട് കൂടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ആൻസറേ ഉള്ളൂ: ജെഫ്രി എപ്സ്റ്റീൻ ഫയൽ. കാത്തിരിക്കാം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ GCCയിൽ വരുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.